നമ്മൾ എന്നും രാവിലെ ഉറക്കമെഴുന്നേറ്റിട്ട് ആ കിടക്കപ്പായയിൽ അല്ലെങ്കിൽ നമ്മുടെ ബെഡിലിരുന്നിട്ട് മനസ്സറിഞ്ഞ് 3 തവണ ഈ ചെറിയ ദിക്റ് ചൊല്ലിയാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവില്ല. നിങ്ങൾ ഫുള്ള് പോസിറ്റീവ് ആകും. അന്ന് ഏതൊരു കാര്യത്തിനിറങ്ങിയാലും അള്ളാഹു വിജയം തരും. നിങ്ങൾ തോക്കൂല. നിങ്ങളുടെ മനസ്സിൽ സങ്കടങ്ങൾ ഉണ്ടാവില്ല. ലൈഫ് മാറും. ഇത് ഡെയിലി നിങ്ങളൊന്ന് ബെഡിലിരുന്ന് ഒരു മിനിറ്റ് വേണ്ട 3 തവണ ഇത് ചൊല്ലാനായിട്ട് മനസ്സറിഞ്ഞ് ഒന്ന് പതിവാക്കി നോക്കിക്കേ. ലൈഫ് വേറൊരു തലത്തിലേക്ക് മാറും, ഉറപ്പാണ്. കാരണം ഈ ദിക്റ് പഠിപ്പിച്ചു തരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പഠിച്ചാലോ? നമുക്ക് 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഉള്ള നീക്കിത്തരട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മജ്ലിസ് സ്ഥിരം കാണുന്നൊരു പിതാവ്, അതായത് എനിക്ക് അത്രമേൽ പിതാവിനെ പോലെ അത്ര സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടൊരു സഹോദരൻ ആശുപത്രിയിലാണ്. ഷുഗറൊക്കെ കുറഞ്ഞ് വല്ലാതൊരു പ്രയാസത്തിലായി. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സഹോദരന് പരിപൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇതുപോലെ പെട്ടെന്നൊരു നെഞ്ചുവേദനയൊക്കെ വന്ന് കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ്. അൽഹംദുലില്ലാഹ്, അവർക്കും അല്ലാഹു പരിപൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. അങ്ങനെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു അത്ഭുതം നിറഞ്ഞ, മഹത്വങ്ങൾ നിറഞ്ഞ, വല്ലാത്ത മഹത്വം നിറഞ്ഞ ഒരു ദിക്ർ പഠിപ്പിച്ചു തരട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഒരാൾ രാവിലെയും വൈകുന്നേരവും 3 തവണ ഈ ദിക്റ് ചൊല്ലിയാലേ അവനെ തൃപ്തിപ്പെടുത്തൽ പടച്ചോൻ്റെ ബാധ്യതയാണ് എന്നാണ്. മനസ്സിലായോ? ആരെങ്കിലും ഈ ദിക്റ് രാവിലെയും വൈകുന്നേരം 3 തവണ ചൊല്ലിയാൽ മതി, അതിന് അവനെ തൃപ്തിപ്പെടുത്തൽ പടച്ചോൻ്റെ ബാധ്യതയാണ്. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു ബാധ്യതയൊന്നുമില്ല അല്ലേ? പക്ഷെ എന്നാലും മുത്തുനബി പറയണം, അത്രത്തോളം അള്ളാഹ് ഒരു ബാധ്യത പോലെ ഏറ്റെടുത്ത് നിന്നെ തൃപ്തിപ്പെടുത്തും. നിൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റും. നിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പടച്ചോൻ നടത്തി തന്ന് നിന്നെ ഹാപ്പിയാക്കൽ ഒരു ബാധ്യതയെന്നോണം പടച്ചോൻ ഏറ്റെടുക്കും. ഏതാണ് ആ ദിക്റ്? അതെന്താണ് അതിൻ്റെ ബോധ്യം? വെറുതെ ഇങ്ങനെ കുറേ ദിക്റ് അങ്ങനെ അതിൽ കാര്യമൊന്നുമില്ല അല്ലേ? നമ്മുടെ ഐശു എപ്പോഴും നമ്മൾ പറയാണ്, അതിൽ കാര്യമൊന്നുമില്ല. മനസ്സറിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉറങ്ങിണിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട എന്താ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ. അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് മനസ്സൊന്നൊന്ന് ഏകാഗ്രതയോടെ അള്ളാഹുവിലേക്ക് മനസ്സൊന്നിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഫോണെടുത്ത് വാട്സപ്പിലേക്കാണ് ആദ്യം നോക്കുക. ഏകാഗ്രതയൊക്കെ അങ്ങോട്ട് പോയി. ഇതല്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടൻ തന്നെ ഒരിക്കലും ഫോൺ കയ്യിലെടുക്കരുത്. അതെടുക്കാൻ പാടില്ല. നമ്മുടെ അന്നത്തെ ദിവസം തന്നെ ഔട്ടാവും. എന്ത് നല്ല കാര്യം നോക്കിയാലും ആ സമയത്ത് ഫോൺ നോക്കരുത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടൻ തന്നെ കിടക്കപ്പായിൽ ഇങ്ങനെ ഇരുന്ന് മനസ്സൊന്ന് ഏകാഗ്രതയോടെ അള്ളാഹുവിലേക്ക് ലക്ഷ്യം വെച്ചിട്ട് 3 തവണ ഈ ദിക്ർ. എന്താണ് ദിക്ർ? റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ. എല്ലാവർക്കും അറിയണ ദിക്റാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ബോധ്യത്തിൽ വേണം നിങ്ങൾ ചൊല്ലാൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. റളീതു ബില്ലാഹി റബ്ബ, എൻ്റെ റബ്ബായി പടച്ചോനെ ഞാൻ തൃപ്തിപ്പെട്ടു, അള്ളാഹിനെ ഞാൻ തൃപ്തിപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീന, അള്ളാഹുവിൻ്റെ മതത്തെ, ഇസ്ലാമിനെ ഞാൻ മതമായി തൃപ്തിപ്പെട്ടു. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ, അള്ളാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായും ഞാൻ തൃപ്തിപ്പെട്ടു. ഇത് വെറും ഒരു പറച്ചിലാകരുത്. ഇതൊരു ബോധ്യമായി ഉറപ്പിച്ചുകൊണ്ട് പറയാൻ കഴിയണം. അതെങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് പറയാൻ കഴിയണത്? റളീതു ബില്ലാഹി റബ്ബ, പടച്ചോനെ അള്ളാഹുവിനെ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഉണ്ട് അല്ലേ? ഒരു ഐസ്ക്രീമിൻ്റെ ഉദാഹരണം. എന്തെങ്കിലും ഓർമ്മയില്ലേ? അതായത് തൊണ്ടവേദന ബാധിച്ചൊരു കുഞ്ഞ് ഉമ്മാനോട് ചോദിക്കാണ്, ഉമ്മ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരണം.
ഉമ്മ കൊടുക്കൂല. കാരണം എന്താ? അത് കൊടുത്താൽ കുഞ്ഞ് ഇൻഫെക്റ്റഡായി ഭയങ്കര പ്രശ്നമായി പോകൂലേ. അപ്പോൾ അള്ളാഹ് നമുക്ക് എന്ത് തന്നാലും ഇതെൻ്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് റളീതു ബില്ലാഹി റബ്ബാ. മനസ്സിലായോ? നമ്മൾ അന്നത്തെ ദിവസം ചിലപ്പോൾ നമ്മൾ കച്ചവടം പൊട്ടിയിരിക്കുമായിരിക്കും തലേന്ന് രാത്രി. ആ ടെൻഷനിലിരിക്കുമ്പോഴും സന്തോഷത്തോടെ റളീതു, ഞാൻ തൃപ്തിപ്പെട്ടു പടച്ചോനെ, നീ എന്താണോ തന്നത്, നീയാണ് എൻ്റെ റബ്ബ് അല്ലേ. ഉമ്മാക്ക് നമ്മൾ റബ്ബത്ത് എന്നൊക്കെ പറയും അല്ലേ. നീയാണ് എൻ്റെ റബ്ബ് പടച്ചോനെ, നീ എനിക്കെന്ത് തീരുമാനിച്ചാലും എനിക്കത് ഗുണമാണ്. ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വയറുവേദന, സഹിക്കാൻ പറ്റാത്ത വേദന, അല്ലെങ്കിൽ നടുവേദന, കാലുവേദന. എടാ, ആ അള്ളാഹ് തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്, എന്താണ് തന്നത് എന്നല്ല, ആരാണ് തന്നത് എന്നാണ്. ആരാ തന്നത്? അള്ളാഹാണ് തന്നത് അല്ലേ. കെട്ടിയവനൊരു സമ്മാനം തരുമ്പോൾ അതിൻ്റെ മൂല്യത്തിലേക്കല്ല നോക്കണത്, പിന്നെ തന്നതെൻ്റെ കെട്ടിയവനാണ്. അതുകൊണ്ട് തന്നെ ആ എന്ത് സമ്മാനമാണെങ്കിലും, ഒരു പൊതിച്ചോറാണെങ്കിലും എനിക്കത് ഇഷ്ടമാണ്. കാരണം എനിക്കിത് എന്നെ പരിഗണിച്ച് വാങ്ങിത്തന്നത് എൻ്റെ പ്രിയപ്പെട്ടവനാണ്. ഇതുപോലെ എനിക്കൊരു നടുവേദന തന്നത് ഇതങ്ങനെ വെറും ഒരു നടുവേദനയല്ലല്ലോ, എൻ്റെ റബ്ബ് എനിക്ക് തന്ന നടുവേദനയാണ്. റളീതു ബില്ലാഹി റബ്ബാ. പടച്ചോനെ, നീയാണ് എൻ്റെ റബ്ബ്, ഞാൻ തൃപ്തിപ്പെടുകയാണല്ലോ. ചിരിച്ചുകൊണ്ട് ആ നടുവേദനയുടെ ഇടയിലും, ആ കൈവേദനയുടെ ഇടയിലും, ആ ശ്വാസം മുട്ടിൻ്റെ ഇടയിലും, ആ പനിയുടെ ഇടയിലും, ആ മെൻസസിൻ്റെ വേദനയുടെ ഇടയിലും റളീതു ബില്ലാഹി റബ്ബാ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. അന്നത്തെ ദിവസം പോസിറ്റിവിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ പറയണ പൈസ ഞാൻ തരും. കാരണം നിങ്ങൾ ആ ബോധ്യത്തിൽ പറഞ്ഞാൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തൽ പടച്ചോനൊരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. വബിൽ ഇസ്ലാമി ദീന, എൻ്റെ റബ്ബ് എനിക്ക് തന്ന മതമാണ് ഇസ്ലാം അല്ലേ, റബ്ബിൻ്റെ മതമാണ്, അത് ഞാൻ തൃപ്തിപ്പെട്ടു അല്ലേ. അതൊരു തൃപ്തിയായിരിക്കണം. ഇപ്പോൾ നമ്മൾ കച്ചവടം ഇറങ്ങി, എങ്ങനെയുണ്ടാ, ഇന്ന് നല്ല ലാഭം ഉണ്ടായല്ലോ, അപ്പോൾ കച്ചവടം എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ് അടിപൊളിയായിരുന്നു. പിറ്റേന്ന് ലാഭത്തിലൊരല്പം കുറഞ്ഞു, എങ്ങനെയുണ്ട് കച്ചവടം, എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ് അടിപൊളി കച്ചവടമാണ്. അത് കഴിഞ്ഞിട്ട് ദിവസം ലാഭം തീരെയില്ല, എന്നാൽ മുതൽ കിട്ടി, അൽഹംദുലില്ലാഹ് നല്ല കച്ചവടമാണ്. അത് കഴിഞ്ഞ് പിറ്റേന്നത്തെ ദിവസം എന്താ പോയിക്കണേ, മുതലിൽ കുറഞ്ഞു, എന്നാലും അൽഹംദുലില്ലാഹ് എങ്ങനെയുണ്ട് കച്ചവടം നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. പിറ്റേന്ന് കച്ചവടം നഷ്ടത്തിലായിപ്പോയി. അപ്പോൾ ഒരാൾ ചോദിക്കാൻ, എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല, തട്ടിയും മുട്ടിയൊക്കെ അങ്ങോട്ട് പോണ്. ഇവൻ അള്ളാഹിനെ തൃപ്തിപ്പെട്ടിട്ടില്ല, ഇസ്ലാമിനെ മതമായും തൃപ്തിപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ വബിൽ ഇസ്ലാമി ദീനാന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന സൗകര്യം എന്താണോ, ആ ഒരു രോഗമാകട്ടെ, ആരോഗ്യമാകട്ടെ, തളർച്ചയാകട്ടെ, ഉയർച്ചയാകട്ടെ, ജയമാകട്ടെ, തോൽവിയാകട്ടെ, ഏതവസ്ഥയിലും വബിൽ ഇസ്ലാമി ദീന, നിൻ്റെ മതം നീ തന്ന ഇസ്ലാം അതെൻ്റെ മതമായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ, മുത്തുനബി എൻ്റെ നബിയാണെന്ന് നമ്മൾ തൃപ്തിപ്പെടണം. അങ്ങനെയല്ലേ? മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം നടക്കാൻ ഹറാമുകളുടെ കൂത്തരങ്ങാണെങ്കിൽ ഞാനില്ല, എനിക്കിതിൽ തൃപ്തിയില്ല. കാരണം എൻ്റെ മുത്തുനബിക്ക് ഇതിൽ തൃപ്തിയില്ല ഇല്ലേ? ഇന്നിപ്പോൾ ഈ ഞായറാഴ്ച ദിവസം, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഞായറാഴ്ച ദിവസമാണ് ഈ ദിക്ർ ചൊല്ലണമെങ്കിൽ അന്ന് കല്യാണത്തിന് പോകാനുണ്ട്. വബി മുഹമ്മദിൻ നബി റസൂലുള്ളാഹിനെ തൃപ്തിപ്പെട്ടാൽ പിന്നെ കല്യാണത്തിന് പോയി തല കാണിച്ചിട്ട് വേഗം പോരണം. അവിടുത്തെ പേക്കൂത്തുകൾക്കൊന്നും ഞാനില്ല. ഇനി തീരെ അടുക്കാൻ പറ്റാത്ത അത്ര മോശം ഹറാമുകൾ നടക്കുന്ന കല്യാണമാണെങ്കിൽ ഞാൻ വരൂല. കാരണം എനിക്ക് വരുന്നത് എൻ്റെ മുത്തുനബിയാണ്. അതേതൊരു വിഷയത്തിലും, തലമറക്കുന്ന വിഷയത്തിൽ, മനസ്സിലായി, ഏത് സംഗതിയിലും റസൂലുള്ളാഹിനെ അങ്ങ് തൃപ്തിപ്പെട്ടേക്കണം. എൻ്റെ മുത്തുനബിക്ക് ഇഷ്ടമല്ലേ, ഞാൻ ആ ഭാഗത്തേക്കില്ല. അപ്പോൾ ഈ 3 ബോധ്യത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ഒരാൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഒന്ന് ചിരിച്ചോണ്ട്, ഇതാണ് ശരിക്കും അൽഹംദുലില്ലാഹയുടെ ബോധ്യം എന്ന് പറയുന്നത്. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ. ഈ വർത്താനം 3 എൻ്റെ അടിയിൽ ഇപ്പോൾ കമൻറ്റ് വരും, ഞാൻ ചൊല്ലാറുണ്ട്. അത് എനിക്കറിയാം നിങ്ങൾ ചൊല്ലാറുണ്ട് എന്ന്, പക്ഷേ ഈ കോലത്തിൽ ചൊല്ലണം, അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഐശു ആ വിളിയാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റണം. എന്നിട്ട് ഈ ബോധ്യത്തിൽ ചിരിച്ചുകൊണ്ട് വേദന എടുക്കുമ്പോഴും ഹൈ നീ തന്ന വേദന എന്ത് രസം റബ്ബേ, എന്ത് രസമാണ്, റളീതു ബില്ലാഹി റബ്ബ എന്നൊന്ന് പറഞ്ഞു നോക്കിയാൽ വേദനയൊക്കെ ഉടനെ മാറുന്നത് കാണാം. പടച്ചോൻ അത്രേ വേണ്ടു. നിങ്ങൾ അള്ളാഹിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് തരുന്ന സംഗതിയൊക്കെ. നിങ്ങൾക്ക് എന്തൊക്കെ തരുന്നുണ്ടോ അതൊക്കെ തരുന്നത് എന്തിനാ? അള്ളാഹിനെ തിരിച്ചറിയാനാണ് മക്കളെ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളുടെ കെട്ടിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഗിഫ്റ്റ് തന്നെ എന്തിനാ? കെട്ടിയോനെ തിരിച്ചറിയാനാണത്. മനസ്സിലാവുണ്ടോ?
കെട്ടിയാൻ എടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീയൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ പിണക്കങ്ങളും ഉടക്കൊക്കെ ഉണ്ടാകണത്. ആ സ്നേഹം തിരിച്ചറിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ. ഈ ദിക്ർ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഹൃദയത്തിന് സമാധാനം കിട്ടും, ടെൻഷൻ ഉണ്ടാവില്ല അല്ലേ. എൻ്റെ റബ്ബ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഈ ദിക്ർ ചൊല്ലുന്നവനുണ്ടാവും. അപ്പോൾ ഈ ദിക്ർ ഡെയിലി 3 തവണ ചൊല്ലുന്ന ആളാണെങ്കിൽ ഹൃദയത്തിന് ഭയങ്കര സമാധാനം, ടെൻഷൻ ഉണ്ടാവില്ല. ഞാനെവിടെ ഒറ്റക്കാവും എന്നുള്ള ബോധ്യം ഉണ്ടാവില്ല, ഞാൻ തനിച്ചാവില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് അവനെത്തും. രണ്ടാമത്തേത്, മനസ്സിലെ പരാതി കുറയും. എന്താണ് പടച്ചോൻ എനിക്ക് മാത്രം ഇങ്ങനെ, അപ്പുറത്തെ അയൽക്കാരെ നോക്കി ഇവരെ നോക്കിയേ. എടാ, നീ തിരിച്ചറിയേണ്ട ഒരു സംഗതിയുണ്ട്. നിനക്കെന്താണോ ഗുണം അതാണല്ലോ തന്നിട്ടുള്ളത്. അയൽവാസികൾക്ക് എന്താണോ ഗുണം അതാണല്ലോ അവർക്ക് കൊടുത്തിട്ടുള്ളത്. നീ അവരെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് ഗുണം ഇതാണ്, ഇതിലപ്പുറം മറ്റൊരു വിഷയം നിനക്ക് തന്നാൽ നീ നശിഞ്ഞു പോകും. ഇതാർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിനക്ക് ഗുണം എന്താണോ അതാണ് പടച്ചോൻ തന്നിട്ടുള്ളത്. നിനക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നീ കിടന്ന് ടെൻഷൻ അടിക്കണതിനാ? നീ ടെൻഷൻ അടിച്ചതുകൊണ്ട് ഇതൊക്കെ മാറുമോ? ചിലപ്പോൾ നീ അതിൽ തൃപ്തിപ്പെട്ട് നിന്നാൽ പടച്ചോൻ ആ വിധി മാറ്റിയിട്ട് നിന്നങ്ങ് ഉയർത്തും. നീ തൃപ്തിപ്പെടാതെ കിടന്ന് പിടച്ചാൽ ജീവിതമാകെ താറുമാറാക്കും. അപ്പം മനസ്സിലെ പരാതി, ഈ പരാതിയും ടെൻഷനും കുറഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് പോസിറ്റീവായില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഈ ബോധ്യത്തിൽ നിങ്ങൾ 3 തവണ ചൊല്ലിയാൽ മതി. എത്ര നേരം വേണം? 1 മിനിറ്റ് വേണോ? വേണ്ടല്ലോ. ഇനി മൂന്നാമത്തത്, അള്ളാൻ്റെ വിധിയിൽ തൃപ്തിപ്പെടാനുള്ള കഴിവ് കിട്ടും. ഈ ദിക്ർ മനസ്സറിഞ്ഞ് ചിരിച്ചുകൊണ്ട് ചൊല്ലിയാൽ എന്ത് സംഗതി. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തട്ടി അങ്ങോട്ട് വീണു ഓടുക്കത്ത എന്ന് പറയൂല. അൽഹംദുലില്ലാ, അവിടെയും തൃപ്തി. നമ്മുടെ പിള്ള സ്കൂളിൽ പോകാൻ നേരത്ത് പെട്ടെന്ന് കാലുകെറ്റി ഒന്ന് വീണു, അൽഹംദുലില്ലാ, അവിടെയും തൃപ്തി. എന്തിനാ പഠിച്ചോനെ എൻ്റെ ഉള്ളിൽ? അത് പറയൂല. കാരണം അവൻ രാവിലെ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ടുണ്ട് റളീതു ബില്ലാഹി റബ്ബാ. നാലാമത്തത്, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. മോക്കടെ കല്യാണം എന്ത് ചെയ്യും, വീട് പണി എന്ത് ചെയ്യും, നീ ഇപ്പം ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? ഇല്ല. എടാ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം അതങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്ക് അല്ലാഹ്ക്ക്. പഠിച്ചോനെ റളീതു, ഞാൻ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കണം, നീ ഏറ്റവും അൽഹംദുലില്ലാ. നീ എനിക്ക് വീട് നിർമ്മാണം പൂർത്തീകരിച്ച് തന്നാലും അത് ഖൈർ, തന്നില്ലെങ്കിലും അത് ഖൈർ. എനിക്കെന്താണോ നീ തരുന്നത് അതാണ് ഖൈർ. അപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കണം എന്തിനാ? ഞാനിവിടെ കിടന്ന് ടെൻഷൻ അടിച്ചേട്ടെങ്കിൽ എന്ത് കാര്യമുണ്ടതിന്? ബുദ്ധിപരമായി തന്നെ അത് മണ്ടത്തരല്ലേ. അള്ളാഹ് തന്നത് നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് മാറൂലല്ലോ. അപ്പോൾ ആ ബോധ്യം ഉണ്ടാവും. പിന്നെ അഞ്ചാമത്തത്, രാവിലെ ആ ദിവസം തന്നെ പോസിറ്റീവ് ആകാൻ അത് കാരണമാവും ഇല്ലേ. ചിരിച്ചുകൊണ്ട് എന്ത് സംഗതി കിട്ടിയാലും ഖൈർ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനെ പിന്നെ സങ്കടപ്പെടുത്താൻ പറ്റുമോ? പറ്റുമോ? അള്ളാഹ് വിധിച്ചത് എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ആ റളീതു ബില്ല പറയണത്. അവന് പിന്നെ നെഗറ്റീവ് ചിന്ത ഉണ്ടാവും. ആ ദിവസം മുഴുവൻ രാവിലെ മുതൽ ഹാപ്പി ആയിരിക്കും. ആറാമത്തേത്, നന്ദിയുള്ള ആളുകളാവും. അതായത് അള്ളാഹ് തരുന്നതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് നിൽക്കലാണ് ഏറ്റവും വലിയ നന്ദി. മനസ്സിലായോ? അതാണ് ഇൻ ശക്കർത്തും ലഅസീദന്നക്കും. നിങ്ങൾ നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഇല്ലേ. അങ്ങനെയല്ലേ? ഇപ്പോൾ ഭർത്താവിനോട് നന്ദിയുള്ള ഭാര്യ, ഭർത്താവ് എന്ത് ചെയ്തു കൊടുത്താലും ഇത് പോരാ എന്ന് പറയുന്ന ഭാര്യയാണെങ്കിൽ ആ ജീവിതത്തിൽ വല്ല രസം ഉണ്ടാവുമോ? അവൾക്ക് എന്ത് മേടിച്ചു കൊടുക്കാനും ഭർത്താവിന് താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ഭർത്താവിൻ്റെ സൗകര്യത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് കിട്ടുന്നതിൽ സന്തോഷിച്ച് ഭർത്താവിനോട് പറയും, കാക്ക അൽഹംദുലില്ലാ, എൻ്റെ കാക്കനെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ. എവിടെ? ചിലപ്പോൾ വീട്ടിൽ പട്ടിണിയായിരിക്കും, എന്നാലും അവനെ കൊണ്ട് കഴിയുന്നത് പോലെ അവൻ നോക്കുന്നുണ്ട്. എടാ, അങ്ങനെ നീ ഭർത്താവിനോട് പറഞ്ഞു നോക്കിയേ, കടം മേടിച്ചിട്ടാണെങ്കിലും നിൻ്റെ ബർത്ത്ഡേക്ക് അവൻ സമ്മാനം മേടിച്ചു തരും. അതങ്ങനെയാണ്. ഇൻ ശക്കർത്തും ലഅസീദന്നക്കും. നിങ്ങൾ നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എന്താണോ തരണത് അത് മേടിച്ചിട്ട് അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ട് അങ്ങ് നിൽക്കുക. അപ്പോൾ അള്ളാഹു അതിൽ വർധനവ് തരും. പിന്നെ ഏഴാമത്തേത്, അള്ളാഹുവിലുള്ള വിശ്വാസവും ആശ്രയവും ശക്തിയാവും. വിശ്വാസം കൂടും, ഈമാൻ കൂടും ഇല്ല. അങ്ങനെയല്ലേ? നമ്മൾ ഈ തകർന്നു പോകുന്നത് എവിടെയാണ്? എന്തെങ്കിലും ഒരു സാധനം കിട്ടാതാവുമ്പോഴാണ്. എന്നാ മാത്രം. എടാ, ഇത് എന്നെ പടച്ചോൻ ഹൈറാക്കി എനിക്ക് തരേണ്ടതൊക്കെ തന്ന് നിർത്തിയേക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അള്ളാഹുവിൽ വിശ്വാസം കൂടാ ചെയ്യാം. ഈ വിശ്വാസമൊക്കെ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ വല്ലൊരു ആത്മഹത്യ ചെയ്യാൻ പോവോ? മാർക്ക് നിനക്ക് അത്രേ പടച്ചോൻ കലാക്കിയിട്ടുള്ളൂ, അൽഹംദുലില്ലാ. ആ ബോധ്യത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാമിനോടും മുത്തുനബിയോടും മഹബത്ത് വർദ്ധിക്കും ഇല്ലേ. ഈ ബോധ്യത്തിൽ നിന്നാൽ പിന്നെ നമ്മൾ തലമറക്കാതെ നമ്മൾ പുറത്തിറങ്ങൂല. നമ്മുടെ മക്കളെ തലമറിച്ച് നടത്തിപ്പിക്കും. മനസ്സിലായ? പ്രായപൂർത്തിയെത്തിയ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. ഇസ്ലാമിനെതിരായ സംഗതികളിൽ നമ്മൾ പങ്കെടുക്കൂല. കാരണം മുത്തുനബിക്ക് ഇഷ്ടമല്ല അങ്ങനെ കല്യാണ പേക്കൂത്തിൽ ഞാൻ പോവില്ല, ഞാനും കിടന്ന് ഇങ്ങനെ തുള്ളൂല. കല്യാണത്തിനോട്ട് പെണ്ണുങ്ങൾ എന്താണെന്ന് കാണിക്കണത്? ആണുങ്ങൾ പിന്നെ പറയണ്ട. കാരണം എൻ്റെ കൽബിൽ റസൂലുള്ളാഹില്ല, പേര് കൊണ്ട് ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യമുണ്ടതിന്?
നമ്മൾ കൂലിക്കാരാണ്, കൂലിക്ക് വേണ്ടി ചൊല്ലാണ്. എനിക്ക് കൂലിയൊന്നും വേണ്ട, എനിക്ക് എൻ്റെ റസൂലുള്ളാഹിനെ വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബിയിലൂടെയല്ലാതെ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കിട്ടണം. പിന്നെ 9ാമത്തെ എന്താണ്? പ്രതിസന്ധികളിൽ ക്ഷമിക്കാനുള്ള തൗഫീഖ് കിട്ടും ഇല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ കേൾക്കുകയാണ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, ഒരു ഫോൺ വരികയാണ്, ഭർത്താവിന് പെട്ടെന്ന് ആക്സിഡൻ്റായി. ബഹളങ്ങൾ, കൂക്കിവിളികൾ, ഒച്ചപ്പാടുകൾ, അതല്ല, കണ്ണ് നിറയും, സ്വാഭാവികം. പക്ഷെ ആ സമയത്തും ക്ഷമ. എൻ്റെ റബ്ബ് ഖലാക്കിയത് നടന്നു, ഞാൻ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അവിടെ ഞാൻ ഉറച്ചു നിന്നിട്ട്, റബ്ബി നീയാണെല്ലാം വിധിക്കുന്നവൻ, രക്ഷപ്പെടുത്തണേ അല്ലാ, ആ ബോധ്യത്തിൽ നിന്ന് കൊടുക്കണം. ക്ഷമിക്കാനുള്ള വല്ലാത്തൊരു മനസ്സവന് ഈ ദിക്ർ കൊണ്ട് കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ച് ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെ ജീവിതത്തിൽ അനുഭൂതികൾ വർദ്ധിക്കും. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജീവിതത്തിൽ സന്തോഷമില്ലാത്തത്, ഇപ്പോൾ നോക്കി നിങ്ങൾ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ കരയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇല്ലേ? നമുക്ക് കരഞ്ഞു ദ്വാരക്കാം, പക്ഷെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ട് ജീവിതമാകെ തകർന്നു പോയില്ല ഒരുപാട് ആളുകളുടെ, ഇല്ലേ? എന്താണ്? പടച്ചോൻ തരുന്നതിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണിത്. മനസ്സിലായോ? മക്കൾ ഹൈറാണെങ്കിൽ പടച്ചോൻ നിനക്ക് തന്നിട്ടുണ്ടാവും. നിനക്കിപ്പോൾ അത് ഹൈറല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഹൈറാകേണ്ട സമയത്ത് നീ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ട്രീറ്റ്മെൻറ്റ് കാരണം മാത്രമാണ്, തരുന്ന റബ്ബല്ലേ. മനസ്സിലായോ? നിനക്ക് ഹൈറാകുന്ന സമയത്ത് പടച്ചോൻ തരും. നീ ട്രീറ്റ്മെൻറ്റ് ചെയ്തോ, ചിലപ്പോൾ ഹൈറല്ലെങ്കിൽ പടച്ചോൻ തരൂല. ഇത് അള്ളാഹുവിൻ്റെ ഖളാ ആണ്. എന്താണോ നിനക്ക് ഗുണം അത് പടച്ചോൻ തരും. ചിലപ്പോൾ പരീക്ഷണമായിരിക്കും മക്കൾ, ആ മക്കൾ എങ്ങനെ വളർത്തണം എന്നൊക്കെ പടച്ചോൻ പറയുന്നുണ്ട്. ചിലപ്പോൾ പരീക്ഷണത്തിൽ നമ്മൾ തോറ്റുപോയാൽ ഈ മക്കൾ എതിരാകും. അങ്ങനെ എത്ര കാഴ്ചകളുണ്ട്. അപ്പോൾ ജീവിതത്തിൽ സംതൃപ്തി വേണം. നമ്മൾ മരുന്ന് മേടിക്കണ്ട എന്നൊന്നുമല്ല, മരുന്നൊക്കെ കഴിക്കണം, പക്ഷെ അതൊരു സംതൃപ്തിയോടെ ആയിരിക്കണം. ആ മരുന്ന് കഴിക്കുമ്പോഴും ഹൈറാണെങ്കിൽ എൻ്റെ റബ്ബ് തരട്ടെ, ആ ബോധ്യത്തിൽ മതി. അങ്ങനെ ഓരോ വിഷയങ്ങളിലും നിങ്ങൾക്ക് സംതൃപ്തിയും ഹാപ്പിനെസ്സും സ്ട്രെസ് ഫ്രീയും ഒക്കെ ആകാൻ പറ്റിയ ദിക്റാണ് റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഇന്നിപ്പോൾ ഏതായാലും രാവിലെ വെറുതെ ചൊല്ലുക 3 തവണ, വൈകുന്നേരം ചൊല്ലുക. എന്നിട്ട് നാളെ മുതൽ കിടക്കപ്പായിൽ നിന്ന് അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് അൽഹംദുലില്ലാഹിലൊക്കെ ചൊല്ലിയിട്ട് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സ് ഏകാഗ്രതയോടെ അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കുക. കൽബിൽ അള്ളാഹ് മാത്രം, ഫോണൊക്കെ മാറ്റി വെക്കുക. റളീതു ബില്ലാഹി റബ്ബ, എല്ലാം മനസ്സിലോട്ട് വന്നോട്ടെ. ഇന്നലെ കച്ചവടം പൊട്ടിയതും ഇന്നതുപോലെ തന്നെ വീണതും പരിക്ക് പറ്റിയതും എല്ലാം വന്നോട്ടെ. സന്തോഷവും സന്താപങ്ങളും ഒക്കെ വന്നോട്ടെ. എല്ലാം തന്നതാരാ? എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് റളീതു, ഞാൻ തൃപ്തിപ്പെടുകയാണുള്ളത്, എനിക്കിഷ്ടമാണ് നിന്നെ. വബിൽ ഇസ്ലാം, ഇസ്ലാമാണ് എൻ്റെ ദീൻ. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മുത്തുനബിയാണ് എൻ്റെ ഹബീബ്. ഞാൻ തൃപ്തിപ്പെടുകയാണ് പഠിച്ചോനെ. ഈ ബോധ്യത്തിൽ 3 തവണ ചൊല്ലിയൊക്കെ ലൈഫ് സെറ്റാക്കൂലേ? ആക്കൂല. ഇത് കേട്ടുപോയിട്ട് ഇത് നിങ്ങളിപ്പോൾ പഴയ ഒരു ഉഷാറൊന്നുമില്ല കേട്ടോ. മറ്റുള്ളവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മാത്രം നന്നായാൽ മതി, ബാക്കിയുള്ളവരൊക്കെ നന്നാക്കട്ടെ. നമ്മൾ ഈ സ്വഭാവ ലഹറിലെ അംഗങ്ങൾ ഒരാളെങ്കിലും ഡെയിലി സ്വഭാവ ലഹറി ഞാൻ നിർബന്ധമായിട്ടും കാണിക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കണം. ഒരാളെങ്കിലും ഞാൻ ഡെയിലി സ്വഭാവ ലഹറി സദസ്സിലേക്ക് എത്തിക്കും. നമ്മളങ്ങനെ ദഅവത്ത് ചെയ്യുന്നേ അള്ളാഹു നമുക്ക് വലിയ മഹത്വം തരൂലേ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സാമ്പത്തിക പ്രയാസമാകട്ടെ, ഏത് പ്രയാസമാകട്ടെ, അള്ളാഹു മാറ്റിത്തരും ഈ ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഒരു ദിവസവും കൂടെ നോമ്പ് പിടിക്കുമെന്ന് മുത്തുനബി പറഞ്ഞു അല്ലേ, മുഹറവുമായി ബന്ധപ്പെട്ട്. അത് ഏത് ദിവസമാണ്? ആ നോമ്പിൻ്റെ പേരെന്താണ്? അത് മുഹറം 9 നോമ്പാണ്. ആ നോമ്പിന് പറയുക താസുആ എന്നാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം, അങ്ങനെ അടുത്ത കൊല്ലത്തെ നോമ്പ് മുത്തുനബി പിടിച്ചോ? മുഹറം 9 മുത്തുനബി നോമ്പ് പിടിച്ചോ ഇല്ലയോ? അത് കമൻറ്റ് ചെയ്താൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല. നീ ഖായിബാക്കല്ലേ അല്ല. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല. പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ല. ഇതിൻ്റെ മിസ്ല് സവാബ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ല. അവിടുത്തെ പൊരുത്തം തരണേ അല്ല. മദത് തരണേ അല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ല. പഠനങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഒക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ല. ഹൈറായ അഡ്മിഷൻ നൽകണേ അല്ല. കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ല. പടച്ചോനെ, വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ല. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൻ്റെ ലോകത്തൊരുമിപ്പിക്കണേ അല്ല. പരിശുദ്ധ ഭൂമിയിൽ വന്ന് മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറ ചെയ്യാതെ ഞങ്ങളെ തിരിച്ചു വിളിക്കല്ലേ അല്ല. കുറേ ആളുകൾ ഇനിയും പരിശുദ്ധ ഭൂമിയിൽ നിന്ന് തിരിച്ചെത്താനുണ്ട്. അവരുടെ എല്ലാവരുടെയും അമൽ നീ സ്വീകരിക്കണേ അല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.